നാളെ പണിമുടക്കാണ്, ഒരു ബന്ദിന്റെ പ്രതീതിയായിരിക്കും. എന്താ നാളെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമോ അതോ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും? നാളെ സമരത്തിന് ഐക്യദാർഢ്യം. പലതരത്തിലുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ആ ആവശ്യങ്ങളോടെല്ലാം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അടക്കമുള്ള വിഷയങ്ങളാണ്. തൊഴിലാളി ദ്രോഹ നടപടികളും ഒരു ഭാഗത്തുണ്ട്. ഇത് പാവപ്പെട്ട തൊഴിലാളികളെ ദ്രോഹിച്ചുകൊണ്ടുള്ള നടപടികളാണ് സെൻട്രൽ ഗവൺമെൻറ് നയങ്ങൾ. ഒരുപാട് മേഖലകളിൽ അങ്ങനെ തൊഴിലാളി ദ്രോഹം, മോട്ടാർ തൊഴിലാളി വീട്ടിലൊക്കെ ഭയങ്കര തൊഴിലാളി ദ്രോഹ നടപടികളാണ്. അന്നേരം നാളെ എന്തായാലും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അതെ, സമരത്തിന് പിന്തുണ അർപ്പിക്കുകയാണ് പൊതുജനങ്ങൾ അടക്കമുള്ളവർ, വിദ്യാർത്ഥികൾ എല്ലാം ഉണ്ട്. അവർക്ക് നാളെ കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടും. അമ്മേ, നാളെ പണിമുടക്കാം, ഒരു ബന്ധമൊക്കെ ആയിരിക്കും. എന്ത് തോന്നുന്നു? നാളെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമോ? ഇല്ല ഇല്ല. എവിടുന്നാ വരുന്നേ? നാളെ പണിമുടക്കാണ്, ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ തൊഴിലാളി സംഘടനകൾ. നാളെ ഒരു ബന്ദിൻ്റെ സ്വഭാവത്തിലായിരിക്കും. എന്ത് തോന്നുന്നു? അതിനൊരു ആവശ്യമുള്ള സമരമാണെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ള ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടെന്ന് അന്വേഷിച്ചു നോക്കും. നിങ്ങൾ പത്രപ്രവർത്തകരല്ലേ, അവിടെ അന്വേഷിച്ച് നോക്കിയാൽ അറിയത്തില്ല. എവിടെ? കേരളത്തിൽ മാത്രമേ കാണത്തുള്ളൂ ഈ സമരം, ബാക്കി മറ്റുള്ള സ്റ്റേറ്റിലൊന്നും കാണത്തില്ല. അവർക്കെന്ന് വെച്ചാൽ തൊഴിലെടുത്തെങ്ങനെ ജീവിക്കണം. നിങ്ങൾക്ക് മറ്റേ കേരളത്തിന് അങ്ങനെയല്ല. അതെ, സമരത്തിനോട് യോജിപ്പില്ലാത്ത ആൾക്കാർ അടക്കം ഉണ്ട്. എന്തായാലും സമരം വിദ്യാർത്ഥികൾ ഒക്കെ കോളേജൊക്കെ നാളെ അവധിയായിരിക്കും. അതുകൊണ്ട് നാളെ പണിമുടക്കാണ്, അറിഞ്ഞായിരുന്നോ? നാളെ കോളേജിൽ പോകത്തില്ല. ബസ് കാണത്തില്ല. ബസ് ഉണ്ടായിരുന്നെങ്കിൽ പോയനെ. ഈ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ സമരത്തിന്റെ? അറിയത്തില്ല. അതിന് വിദ്യാർത്ഥികളടക്കമുണ്ട്. ഇനി അതിനകത്ത് വലിയ ബുദ്ധിമുട്ട് നേരിടാൻ പോകുന്നത് ഓട്ടോ തൊഴിലാളികളാണ്. ഓട്ടോ തൊഴിലാളികൾ പൂർണ്ണമായും ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തിറങ്ങും. ഞാൻ ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. KSRTC ബസ് സ്റ്റാൻഡിൽ നാളെ ഒരു വണ്ടി പോലും കളത്തിലിറങ്ങില്ല. സ്വകാര്യ വാഹനങ്ങൾ കളത്തിൽ പൊതുനിരത്തിൽ ഇറങ്ങത്തില്ല. അങ്ങനെ ഒരു വാഹനങ്ങളൊന്നും ഇറങ്ങില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കും. അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കും. അങ്ങനെ ഒരു പ്രതീതിയായിരിക്കും നാളെ ഉണ്ടാവുക. ചേട്ടാ നാളെ പണിമുടക്കാം. അപ്പോൾ നാളെ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് നാളെ പണിക്കിറങ്ങുന്നില്ല എന്നാണോ? ഇല്ല, നമുക്കിപ്പോൾ അങ്ങനെ പണിമുടക്ക് കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളൊന്നുമില്ല. നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. ഈ പണിമുടക്ക് കൊണ്ട് എന്തെങ്കിലും ആർക്കാണ് ഉപയോഗം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എത്രയോ പണിമുടക്കുകൾ നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടൊന്നും വലിയ നേട്ടങ്ങളൊന്നും നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. നാളെ ഇറങ്ങണം എന്നാണ് ആഗ്രഹം. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഇറങ്ങാം. അതെ, മറ്റാരും തടയില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ ആവശ്യമല്ലേ, അവർക്ക് ഒരു ആശുപത്രി കേസോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പോയിരിക്കും. അതുപോലെ തന്നെ ആശുപത്രി മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ചേട്ടാ, നാളെ പണിമുടക്ക് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നു. നാളെ എങ്ങനെ പണി മുടക്കുന്നുണ്ടോ അതോ? പണി മുടക്കണം, പിന്നെ അവർ കൂടെ തന്നെ പറ്റുള്ളൂ. നമ്മൾ തൊഴിലാളികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. എണ്ണയുടെയൊക്കെ വിലയൊക്കെ എങ്ങനെ ഉയർന്നു പോകുന്നില്ല. എല്ലാത്തിന്റെ വിലകൾ എല്ലാം കൂടുതൽ തന്നെയാണ്. ഇങ്ങനെ പോയി ജനങ്ങൾ എങ്ങനെ ജീവിക്കും? ഭക്ഷ്യസാധനങ്ങളിലെ എല്ലാം വില കൂടി. അതെല്ലാം അല്ല, ഇപ്പൊ ഉപ്പോട്ട് കർപ്പൂരം വരെ എല്ലാത്തിന്റെ വില ഒന്നിനൊന്നിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. രാവിലെ മുതൽ രാത്രി വരെ ഓടിയാലേ നമുക്ക് എന്തെങ്കിലും കിട്ടും. നമ്മളിപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ CC എല്ലാം പോയിട്ട് ഒരു 10-300 രൂപ കിട്ടും. പിന്നെ നാളെ ഒരു ദിവസം ഓട്ടോ ഇല്ലെങ്കിൽ ഈ പൈസ എടുത്താലും മറിക്കേണ്ടി വരും. എന്തായാലും നാളെ സമരത്തിന് ഐക്യദാർഢ്യം. സമരത്തിന്